ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നെല്ലിക്കയും ആപ്പിളും കുക്കുംബറും ഇഞ്ചിയും കൂടെ ചേർത്തൊരു ആരോഗ്യപ്രദമായ ഒരു ജ്യൂസാണ്. ഇത് നമുക്ക് ശരീരത്തിലെ വിഷാംശത്തെ നീക്കം ചെയ്യാനും ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ജ്യൂസാണ്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. അതിനുവേണ്ടി ഞാനൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ശകലം ഇഞ്ചിയും ഒരു 4 നെല്ലിക്കയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് നമുക്കൊന്ന് നന്നായി ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് തന്നെയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷിയാണ്. നമുക്ക് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ഒക്കെ ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിനും നല്ല ഒരു തന്നെയാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കുക്കുംബറിലും ആപ്പിളിലും ധാരാളം ജലാംശമുണ്ട്. ഇത് നമ്മുടെ വിശപ്പിനെ കുറയ്ക്കാനും പിന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ഒക്കെ നല്ലതാണ്. പിന്നെ ദഹനം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 4 പേർക്ക് കഴിക്കാനുള്ള ജ്യൂസാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. രാവിലെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഭക്ഷണത്തിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് ഈ ജ്യൂസ് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. ദഹന പ്രക്രിയയൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചർമ്മത്തിനാണെങ്കിലും മുടിക്കാണെങ്കിലും ഇത് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞ ഈ ജ്യൂസിന് നമുക്ക് തലമുടി നാരുകൾക്കൊക്കെ കരുത്ത് പകരാനായിട്ട് ഇത് നല്ലൊരു ജ്യൂസ് തന്നെയാണ്. പിന്നെ ഇത് കഴിക്കാൻ പാടില്ലാത്ത കുറേ ആൾക്കാരുമുണ്ട്. നമുക്ക് അസിഡിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കഴിക്കാൻ പാടില്ല. നെഞ്ചെരിച്ചിലൊക്കെ ഉള്ളവർക്ക്, പിന്നെ വയറിളക്കം ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടില്ല. പിന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ വൃക്കരോഗമുള്ളവർ ഇത് ധാരാളം ഇതിൽ ഉയർന്ന അളവിൽ ജലാംശം ഉള്ളതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട് ഇത് വൃക്കരോഗികൾക്ക് കഴിക്കാൻ പറ്റില്ല. ഡോക്ടറോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മാറ്റം അനുഭവിക്കാം. തലമുടിയൊക്കെ വളരാൻ തുടങ്ങും നല്ല രീതിയിൽ. കഴിച്ചു കഴിഞ്ഞ് മാറ്റം വരുമ്പം മാത്രം എനിക്ക് കമൻ്റ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ.